ഒക്ടോബർ 22 മുതലാണ് സേവനവേതന വ്യവസ്ഥ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ 4 സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്ക് സമരം ആരംഭിച്ചത്. ധനലക്ഷ്മി, കൊയിലി, ആശീർവാദ്, ലൂർദ് എന്നിവിടങ്ങളിലെ നഴ്സുമാരാണ് സമരത്തിൽ. ഡോക്ടർ ബലരാമൻ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ശമ്പളം പരിഷ്കരിക്കുക, 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുക തുടങ്ങി 17ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിരവധി തവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇന്നലെ എഡിഎമ്മിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് നഴ്സുമാർ. ഇന്ന് നടന്ന ചർച്ച പൂർണ്ണമായിട്ട് പരാജയമായിരുന്നു. സമരം നിർത്തിയിട്ട് ഒരു ചർച്ചയ്ക്ക് ഇനി യാതൊരു കാരണവശാലും സംഘടന സമ്മതമല്ല. എന്തായാലും എല്ലാ കാര്യത്തിനും തീരുമാനമായിട്ട് മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മാനേജ്മെന്റുകളും പറയുന്നു. ഒരു ലോങ് റണ്ണിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 3 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 35% തൊഴിലാളികളെ ഞങ്ങൾ അധികമായി എംപ്ലോയ് ചെയ്യണം. അപ്പോൾ ഈ 35% തൊഴിലാളികൾ അധികമായി എംപ്ലോയ് ചെയ്യുമ്പോൾ വരുന്ന സാമ്പത്തിക ബാധ്യത കണക്കിലെടുക്കുമ്പോൾ 8 മണിക്കൂർ പണിയെടുക്കുന്ന എഫിഷ്യന്റ് സ്റ്റാഫിനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. ഇപ്പം അത്രയും എംപ്ലോയിനെ ഉണ്ടാക്കിയിട്ട് പിന്നെയും 12-14 മണിക്കൂർ പണിയെടുക്കുന്ന ആൾക്കാരെ കിട്ടിയോണ്ട് കാര്യമുണ്ടോ? അതേസമയം സമരത്തിന് വിവിധ കോണുകളിൽ നിന്ന് പിന്തുണയേറിയിട്ടുണ്ട്. CPIM-ഉം BJP-യും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഇന്ത്യ വിഷൻ, കണ്ണൂർ.